കുട്ടികളെ നമസ്കാരം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണവും അതിൻ്റെ ഫലവും ഉറവങ്കര നേരത്തെ ഒരു ശ്ലോകത്തിൽ വിസ്തരിക്കുകയുണ്ടായി. അത് മാത്സര്യത്തിൻ്റെ മൂർത്തീഭാവമാണ് യുദ്ധം എന്നും അതുകൊണ്ട് സർവനാശം വരും എന്നും നമ്മൾ കണ്ടു. അത് തന്നെ വീണ്ടും മറ്റൊരു വിധത്തിൽ പറഞ്ഞിരിക്കുകയാണ് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉറവങ്കര. ഈ 66-ാമത്തെ ശ്ലോകം നമുക്ക് ആദ്യം ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. തനിക്കുനാശം നിജമിത്രനാശം ധനത്തിനും മുക്തിനുമേറെ നാശം കനത്തിടും മത്സരമൂലം എന്തോ മനുഷ്യരിൽ തൂമകെടാതെ ഉള്ളൂ. ഇതിൻ്റെ അന്വയം: തനിക്ക് നാശം, നിജമിത്രനാശം, ധനത്തിനും മുത്തിനും ഏറെ നാശം, കനത്തിടും മത്സരമൂലം മനുഷ്യരിൽ തൂമകെടാതെ എന്തോ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ അന്വയം. വിഷമപദങ്ങൾ നോക്കാം. മുത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷം, സുഖം. പ്രസിദ്ധാർത്ഥമായിട്ടുള്ള പേൾ എന്നത് നവരത്നങ്ങളിലൊന്നാണല്ലോ മുത്ത്. അതല്ല അർത്ഥം. അത് ധനം എന്ന് പറഞ്ഞാൽ അത് പെടുത്താം. അപ്പം മുത്തിന് സന്തോഷം, സുഖം എന്നുള്ള അർത്ഥം എടുക്കാം നമുക്ക്. പിന്നെ തൂമ എന്ന് പറഞ്ഞെങ്കിൽ പ്രകാശം, വെണ്മ, ഭംഗി, സത്യം, തെളിവ് എന്നൊക്കെ അർത്ഥം പറയാം. പിന്നെ നാശം എന്ന് പറഞ്ഞാൽ ക്ഷയം, ഇല്ലാതെയാവുക എന്നൊക്കെ അർത്ഥം. മിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടൻ, അത് പ്രതിഫലേച്ഛ കൂടാതെ സ്വാഭാവികമായി സ്നേഹിക്കുന്ന ആളാണ് മിത്രം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മത്സരം കാരണം ഉണ്ടാവുന്ന വിപത്ത് വിസ്തരിക്കുകയാണല്ലോ. അതുകൊണ്ട് തനിക്ക് നാശം, അവനവന് സ്വയം നാശം വരും എന്നാണ് ആദ്യം പറയണത്. നാശം വരിക എന്ന് പറഞ്ഞാൽ മുച്ചൂടും നശിക്കുക, എനിക്ക് അവസാനം മരണം വരെ ഇല്ലാണ്ട് ഉണ്ടായി എന്ന് വരാമെന്നർത്ഥം. അപ്പോൾ അത് അവനവന് മാത്രം ഉള്ള ദോഷമാണ്. അത് സ്വയംകൃതാനർത്ഥം, അവനവൻ തന്നെ ചെയ്ത അബദ്ധം കൊണ്ട് അവനവൻ മരിക്കുക എന്നുള്ളത്. അത് നമുക്ക് പോട്ടേന്ന് വയ്ക്കാം. ഇത് അത് മാത്രം പോരാ. നിജമിത്രനാശം, തൻ്റെ സ്വന്തം മിത്രങ്ങൾ, സ്നേഹിതന്മാർ, സഹായത്തിന് ഓടി വരുന്ന, വിളിക്കാതെ തന്നെ സഹായം അപകടം ഉണ്ടെന്ന് കേട്ടാൽ ഓടി വരുന്ന മിത്രങ്ങൾ, സ്നേഹിതന്മാർ, അവർക്കും നാശം സംഭവിക്കും. പിന്നെ ധനത്തിന് നാശം, അത് പിന്നെ പറയാനില്ല. എന്തായാലും മത്സരം തുടങ്ങിയാൽ ചെലവുകൾ പലതും ചെയ്യേണ്ടി വരും. പിന്നെ പല നമ്മുടെ സാധനങ്ങൾ നശിച്ചു പോയി എന്ന് വരും. അങ്ങനെ ധനത്തിന് നാശം ഉണ്ടാവുന്നത് നമുക്ക് അറിയാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തന്നെ പലരുടെ സ്ഥലം പോയതും സാധനങ്ങൾ പോയതും ജീവൻ പോയത് പോട്ടെ, മറ്റത് ധനനഷ്ടവും നല്ലോണം ഉണ്ടായത് കഥ നമ്മൾ കേട്ട് കഴിഞ്ഞു. മുത്തിനും അതേ സ്നേഹം കുറവില്ല. ഈ വൈരാഗ്യം മൂത്ത് അതും എന്തും ചെയ്യാൻ തുടങ്ങിയാൽ സ്നേഹം കുറയും, സുഖം കുറയും. അപ്പോൾ അതിനും നാശം തന്നെ. ചുരുക്കത്തിൽ സർവനാശം വരുന്നർത്ഥം. വഴക്ക് മുറുകിയ ഇന്നത് ചെയ്യുക എന്നില്ല, അവ തോന്നിയതൊക്കെ ചെയ്യുന്നർത്ഥം. അതിൽ നാശനഷ്ടങ്ങൾ അനവധി വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ മത്സരം കനക്കുമ്പോൾ, കനത്തിടും മത്സരമൂലം, അത് മുറുകി വന്നാൽ, ശക്തിയായിട്ട് വന്നാൽ, മനുഷ്യരിൽ തൂമകെടാതെ എന്തോ ഉള്ളൂ. മനുഷ്യരിൽ, നമ്മുടെ ജനങ്ങളിൽ തൂമകെടാതെ, ഭംഗി ഇല്ലാതെ, സത്യം ഇതൊക്കെ നശിക്കണേ. നമ്മൾ നേരത്തെ കണ്ടു, ഈ പക കാരണം അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വെട്ടിക്കൊന്ന കഥ ഒക്കെ മഹാഭാരതത്തിൽ. അപ്പം അതൊക്കെ ആ ധർമ്മയുദ്ധം എന്നുള്ളത് പോയി ഉറങ്ങുന്ന ആളെ കൊല്ലരുത്,
കുട്ടികളെ ഒരു സമയത്തും കൊല്ലരുത്. അപ്പോൾ ഉറങ്ങിക്കിടന്ന കുട്ടികളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ മഹാപാപം. അതും ദ്രോണാചാര്യയുടെ മകനായിട്ടുള്ള അശ്വത്ഥമാവ് പോലും ചെയ്തു നടത്തും. അദ്ദേഹത്തിന് അറിവില്ലാത്ത ആളൊന്നുമല്ല, നല്ല അറിവുണ്ട്, എന്നിട്ടും അത് ചെയ്തു. കാരണം ആ പകയുടെ സമയത്ത് കോപം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്നുള്ള നിശ്ചയില്ലാതെയാവും എന്നർത്ഥം. അപ്പോൾ അതുപോലെ എന്തിനാണ് മനുഷ്യരിൽ തൂമ കെടാതെ ഭംഗി സത്യം ഒക്കെ ഇല്ലാതെ കെടുക എന്ന് പറയണമെങ്കിൽ ഇല്ലാതെയാവുക. അപ്പോൾ സത്യം ഒക്കെ നശിച്ചു പോകുന്നർത്ഥം. എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരവസ്ഥയിലെത്തിച്ചേരും. അത് കാരണം നിങ്ങൾ ഈ മത്സരബുദ്ധി ഒഴിവാക്കണം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നാശം എന്നുള്ളത് ഒരേ അർത്ഥത്തിൽ തന്നെ 3 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. സാധാരണ നിലയ്ക്ക് ഒരു ശ്ലോകത്തിൽ ഏതെങ്കിലും ഒരു പദം ഒരേ അർത്ഥത്തിൽ തന്നെ ഒന്നിലധികം തവണ ഉപയോഗിക്കുക പതിവില്ല. അതാണ് ഒരു തത്വം, ഒരു നിയമം. പക്ഷേ ഇവിടെ നാശം എന്നുള്ളത് 3 തവണ ഉപയോഗിച്ചു. അത് ചില അലങ്കാരങ്ങളിൽ അതേ വാക്ക് തന്നെ ഉപയോഗിക്കണം എന്നുണ്ട്. ഇവിടെ നാശം എന്നുള്ളത് സർവനാശം വരുത്തുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതേ പദം തന്നെ ഉപയോഗിച്ച് 3 തവണ ഉപയോഗിച്ചുള്ളത്. അപ്പോൾ ഇത് അല്ലാതെ കണ്ട് ആവർത്തനം എന്നുള്ളൊരു തെറ്റ് അല്ല എന്നർത്ഥം. ഇത് അതിൻ്റെ ശക്തി കാണിക്കാൻ, ആ നാശത്തിൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ ഇവിടെ ഓർമ്മ വയ്ക്കണം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തനിക്കു നാശം നിജമിത്രനാശം, ധനത്തിനും മുത്തിനുമേറെ നാശം, കനത്തിടും മത്സരമൂലം, എന്തോ മനുഷ്യരിൽ തൂമകെടാതെയുള്ളൂ. നമുക്ക് ഈ ശ്ലോകവും പഠിച്ചു വയ്ക്കാം. അടുത്ത ശ്ലോകം അടുത്ത ദിവസമാകട്ടെ. എല്ലാവർക്കും നമസ്കാരം.